കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 ദിവസങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഒരു 6 കാര്യങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബീജസങ്കലനം നടക്കും. ക്വാളിറ്റി ഉള്ളൊരു അണ്ടമായിരിക്കും. നമ്മളിപ്പോൾ മെഡിസിൻ എടുത്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ഫോളോ ചെയ്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒന്നും ഫോളോ ചെയ്തില്ലെങ്കിലും പുറത്തേക്ക് വരുന്നത് ക്വാളിറ്റി ഉള്ളൊരു അണ്ടമായിരിക്കും. അതുപോലെ തന്നെ പുരുഷൻ്റെ സ്പേമിനും അത്രത്തോളം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചിട്ടുള്ള ബീജസങ്കലനം എളുപ്പത്തിൽ നടക്കും. ബീജസങ്കലനം നടക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു ഓവറിയിൽ നിന്ന് അണ്ടം പുറത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് അതിനെ ആഗിരണം ചെയ്യാനായിട്ട് തുടങ്ങും. ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ആഗിരണം ചെയ്യാനായിട്ട് തുടങ്ങും. അതിനുശേഷം സ്പേം വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മളുടെ ഫലോപ്പിയൻ ട്യൂബിലാണ്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ജോയിൻ ആകുന്നതും മറ്റുള്ള സെൽ ഡിവിഷനും ഒക്കെ നടക്കുന്നതും ട്യൂബിൽ വെച്ചിട്ടാണ്. ഈ ട്യൂബ് പയ്യെ പയ്യെ പുഷ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൽ നിന്നും ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എംബ്രിയോ നമ്മുടെ നേരെ യൂട്രസിൻ്റെ ക്യാവിറ്റിയിൽ വന്നിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 6 ദിവസവും ഈ ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൽ ഡിവിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണല്ലോ, നമ്മൾ റെസ്റ്റ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പലരും തന്നെ ഫിസിക്കലി ഒട്ടും ആക്റ്റീവ് ആകാതിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് ഫിസിക്കലി ആക്റ്റീവ് ആകുന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ജോലിയെടുത്ത് തളർന്ന് പണിയെടുക്കുക എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മളൊന്ന് ആക്റ്റീവ് ആകുന്നുണ്ടെങ്കിൽ, നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്നും ഫലോപ്പിയൻ ട്യൂബിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് നമ്മൾ ആക്റ്റീവ് ആകുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ജോലികളും, അതായത് ഫിസിക്കലി ഒരുപാട് ആക്റ്റീവ് ആകാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 ദിവസം, നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസത്തിന് മുൻപായിട്ടുള്ള ദിവസം വരെ നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ടും ക്വാളിറ്റി ഉള്ള ഒരു സെൽ ഡിവിഷൻ നടക്കാനായിട്ടും, അതായത് പിന്നീട് അങ്ങോട്ടേക്ക് മിസ്കാരേജ് ഉണ്ടായി പോകാതെ ആ ഒരു സെൽ ഡിവിഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 6 എക്സസൈസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. 6 എണ്ണവും വളരെ ഈസി ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിനെ അത് ഒരുപാട് സഹായിക്കുക കേട്ടോ. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ലോട്ടസ് പോസ് ആണ്. പത്മാസന എന്ന് പറയും യോഗയുടെ ഒരു ടേമിൽ. ഈ പത്മാസന എന്ന് പറയുന്നത് നമ്മൾ കാല് രണ്ടും പിണച്ച് വെച്ച് ക്രോസ് ലെഗ്ഡ് ആയിട്ടിരിക്കില്ലേ, നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുകയാണൊക്കെ പറയില്ലേ, ആ രീതിക്ക് നമ്മൾ ഇരിക്കുന്ന ഒരു എക്സസൈസ് ആണത്. നമ്മൾ കാല് നല്ലതുപോലെ ചേർത്ത് ജോയിൻ ആക്കി വെച്ചിട്ട്, നമ്മൾ ഒരു കാലിൻ്റെ മുകളിൽ ഒരു കാല് എന്നുള്ള രീതിക്ക് നമ്മൾ വെച്ചിട്ട് ഇൻഹെയിലും എക്സ്ഹെയിലും, അതായത് നമ്മൾ സ്ലോലി ഇൻഹെയിൽ ചെയ്യുക, അതുപോലെ തന്നെ എക്സ്ഹെയിൽ ചെയ്യുക. ഈ ഒരു പ്രവർത്തനം കൂടുതലായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പെൽവിക്കിൻ്റെ ഭാഗത്തോട്ട് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പെൽവിക്കിൻ്റെ പോർഷനിലാണ് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിനെ വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കും. അപ്പോൾ ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ കൂടും. അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ പത്മാസന ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുക കേട്ടോ. നിങ്ങൾ വീട്ടിലെല്ലാവരും പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിലത്തോ അല്ലെങ്കിൽ യോഗ മാറ്റ് ഉണ്ടെങ്കിൽ യോഗ മാറ്റ് വിരിച്ചിട്ടോ അങ്ങനെ ഇരുന്നിട്ട് പത്മാസനം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൃത്യമായിട്ട് ചെയ്യുന്നതിനുള്ള യൂട്യൂബ് വീഡിയോസ് ഒരുപാടുണ്ടാകും. യോഗ ഇൻസ്ട്രക്ടർമാർ ഇൻസ്ട്രക്ഷൻ തരുന്ന വീഡിയോസ് ഉണ്ടാകും. അത് നിങ്ങൾ കണ്ടു നോക്കുക. ലിങ്ക് കൊടുക്കാനായിട്ട് എനിക്ക് വകുപ്പില്ല, കാരണം കോപ്പിറൈറ്റ് നമുക്ക് വരും കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് മാലാസനയാണ്. നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്ക് നിന്നിട്ടാണ് ഈ ഒരു പൊസിഷൻ വരുന്നത്. ഇന്ത്യൻ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുന്ന നമ്മൾ കാലങ്ങനെ പുഷ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും അതുപോലെ നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെച്ചിങ്ങും ഒക്കെ ഏറ്റവും കൂടുതൽ ലോവർ പാർട്ടിലോട്ട് വരുന്നു. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുന്നത്, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഇരിക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിലൂടെ ഈ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജോ സ്കാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തടസ്സമോ അവിടെ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കില്ല, നമുക്ക് പ്രഗ്നൻസി അവിടെ കിട്ടില്ല നോർമലി. അപ്പോൾ ഇതെല്ലാം ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാലാസനയും ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസ് ആണ് മാലാസന എന്ന് പറയുന്നത്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ഇതിനെ എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കാണാൻ വേണ്ടിയിട്ട് നിജൂസ് വേൾഡ് മാലാസന എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അടുത്തൊരു പോസ് എന്ന് പറയുന്നത് ഗോഡസ് പോസ് ആണ്.
ഗോഡസ് പോസ് നമ്മുടെ ഹിന്ദുസിന്റെ ദേവതമാരിരിക്കുന്ന ഒരു പോസ് ഉണ്ടാവുമല്ലോ, അനുഗ്രഹിക്കാൻ ബ്ലസ് ചെയ്യാൻ ഇരിക്കുന്നത് പോലുള്ള ഒരു പോസ്. ഞാൻ ഇമേജ് നിങ്ങൾക്ക് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടും അതിനെ പറ്റിയിട്ട്. ആ ഒരു പോസിൽ നമ്മൾ ഇരിക്കുക, നമ്മുടെ മുട്ടുകാല് പയ്യെ ഒന്ന് മടക്കിയിട്ട് ബ്ലസ് ചെയ്യാൻ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു പൊസിഷനാണ് ഗോഡസ് പോസ് എന്ന് പറയുന്നത്. ഇതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ഓരോ പോസ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കൂടുതലായിട്ട് പോകുന്നത് നമ്മുടെ ലോവർ അബ്ഡമൻ പാർട്ടിലോട്ടാണ്. ലോവർ അബ്ഡമൻ ഭാഗത്തോട്ടുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ടൊക്കെ കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. നാലാമതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ആണ്. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് നിങ്ങൾ കാല് ഉയർത്തി മേപ്പോട്ട് വെക്കുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ നല്ല ഫോഴ്സിൽ കീഴ്പോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ട്യൂബിനും നമ്മുടെ സെർവിക്സിനും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനും ഒക്കെ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സസൈസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓവുലേഷൻ നമ്മൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ നടക്കുമ്പോഴോ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴോ പീരിയഡ്സിൻ്റെ ആ ഒരു സമയത്ത് ബ്ലീഡിംഗ് ഒക്കെ നിന്നതിന് ശേഷവും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്ത എക്സസൈസ് ഇതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ബട്ടർഫ്ലൈ എക്സസൈസ്. നമ്മുടെ കാലിൻ്റെ 2 പാദങ്ങളും ജോയിൻ ആക്കി വെച്ചിട്ട് ബട്ടർഫ്ലൈ ചിറകിട്ട് അടിക്കുന്നത് പോലെ നമ്മുടെ കാലുകൾ അനക്കിക്കൊണ്ടുള്ള എക്സസൈസാണ് ബട്ടർഫ്ലൈ എക്സസൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗവും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗത്തോട്ടാണ്. ഇതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നത് വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് ബീജസങ്കലനം നടക്കുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കണാകുന്നതിനും ഇത് സഹായിക്കുന്നു. അടുത്തതാണ് റിക്ലൈൻഡ് ബട്ടർഫ്ലൈ എക്സസൈസ്. നമ്മൾ ബെഡിൽ കിടക്കുന്ന ആ ഒരു നേരെ നമ്മൾ നീണ്ടു നിവർന്ന് കിടക്കില്ലേ, ആ കിടക്കുന്നതിനോടൊപ്പം നമ്മുടെ 2 പാദങ്ങളും ജോയിൻ ആക്കി വെച്ചിട്ട് നമ്മൾ കിടക്കുന്ന ഒരു പൊസിഷനാണ് റിക്ലൈൻഡ് ബട്ടർഫ്ലൈ പോസ്. ഇതിൽ നമ്മൾ കിടന്നിട്ട് കാലുകൾ ഉയർത്തി അനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുക. കിടക്കുന്ന ഒരു പൊസിഷനായിരിക്കും, ഇരിക്കുന്ന പൊസിഷൻ അല്ല കേട്ടോ. അപ്പോൾ ഈ ഓരോ എക്സസൈസും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാനും നമ്മുടെ ഫെർട്ടിലൈസേഷൻ കൃത്യമായിട്ട് നടക്കാനും ഒക്കെയാണ്. അപ്പോൾ അണ്ടവും ബീജവും ഒക്കെ കൃത്യമായിട്ട് ഡെവലപ്പ് ആകുന്നവർക്ക്, എൻഡോമെട്രിയൽ ലൈനിങ് ഒക്കെ കൃത്യമായിട്ട് തിക്കണാകുന്നവരുണ്ട്. അവർ പറയുന്നൊരു കാര്യം ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എന്നുള്ള കാര്യമാണ്, ബാക്കിയുള്ള പ്രശ്നവും ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫെർട്ടിലൈസേഷനും കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് വർക്ക് ചെയ്യും കേട്ടോ. ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഓരോ എക്സസൈസിനെ പറ്റിയിട്ടും വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ഈ ഓരോ എക്സസൈസിൻ്റെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം ദീച്ചൂസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ഇമേജോട് കൂടി വരുന്നതാണ് ആ വീഡിയോസൊക്കെ. അത് നിങ്ങൾ കണ്ടു നോക്കുക. അതിൽ ലൈവ് ഡെമോ ആയിട്ട് കൊടുത്തിട്ടില്ല, ഇമേജ് റെഫറൻസിന് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ യോഗ ചെയ്യുന്നവരാണെങ്കിൽ യോഗ ഇൻസ്ട്രക്ടറോട് ചോദിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും യോഗ ഇൻസ്ട്രക്ടറുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അവയർനെസ് കിട്ടും കേട്ടോ. ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് മുൻപ് ചെയ്യാനായിട്ട് പറഞ്ഞത് ആ ഒരു ഫെർട്ടിലൈസേഷൻ്റെ പ്രോസസ്സ് അത്രത്തോളം എഫക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല ഫോളിക്കിൾസ് ഡെവലപ്പ് ആകും. അതുപോലെ പുരുഷന്മാർക്കാണെങ്കിലും ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് അവർ എളുപ്പത്തിൽ ആ ഒരു ക്വാളിറ്റി ഉള്ളൊരു ബീജം പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.